എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്ന സന്ദേശം നൽകിക്കൊണ്ട് വനിതാ ശിശു ആശുപത്രിയുടെയും ജില്ലാ റോട്ടറി ക്ലബിൻ്റെയും ആഭിമുഖ്യത്തിൽ ലോകാരോഗ്യ ദിനം സമുചിതമായി ആചരിച്ചു. ലോകാരോഗ്യ സംഘടനയുടെയും മറ്റ് അനുബന്ധ സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും ഏപ്രിൽ 7 ആഘോഷിക്കുന്ന ആഗോള ആരോഗ്യ അവബോധ ദിനമാണ് ലോകാരോഗ്യ ദിനം. 1950 മുതൽ ലോകാരോഗ്യ ദിനം ലോകാരോഗ്യ സംഘടനയുടെ സ്ഥാപക ദിനമായി ആചരിച്ചു വരുന്നു. ഓരോ വർഷവും ആഗോള ആരോഗ്യത്തിന് പ്രധാനമായൊരു വിഷയത്തിലേക്ക് ലോകമെമ്പാടും ശ്രദ്ധയാകർഷിക്കുന്ന പരിപാടികളാണ് സംഘടിപ്പിക്കപ്പെടുന്നത്. ഇതിന്റെ ഭാഗമായി ആലപ്പുഴ നഗരത്തിലെ ഓട്ടോ ടാക്സി തൊഴിലാളികൾ, ഏകാരോഗ്യ പ്രവർത്തകർ എന്നിവർക്കായി BLS പ്രായോഗിക പരിശീലനം ഡോക്ടർ മനീഷ് നായരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. വനിതാ ശിശു ആശുപത്രിയുടെ കോൺഫറൻസ് ഹാളിൽ നടത്തിയ പരിപാടി സൂപ്രണ്ട് ഡോക്ടർ ദീപ്തി KK ഉദ്ഘാടനം ചെയ്തു. റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് അസ്ലം അധ്യക്ഷത വഹിച്ചു. ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ ജയകൃഷ്ണൻ S സ്വാഗതം പറഞ്ഞു. നഴ്സിംഗ് സൂപ്രണ്ടുമാരായ ബീന, ബിന്ദു രാജേഷ്, റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി ജിജോ എന്നിവർ ആശംസകൾ നേർന്നു. നഴ്സിംഗ് ഓഫീസർ ബിസ്മി കൃതജ്ഞത അറിയിച്ചു. പരിശീലനത്തെ തുടർന്ന് സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ പ്രാധാന്യമോതുന്ന ഫ്ലാഷ് മോബ്, റോൾ പ്ലേ എന്നിവയും നടന്നു. ലോക ആരോഗ്യ ദിനം, അത് ഏപ്രിൽ 7 നമുക്ക് എല്ലാവർക്കും അറിയാം. ലോക ആരോഗ്യ ദിനം 1950 മുതൽ ലോകാരോഗ്യ സംഘടന അവരുടെ സ്ഥാപക ദിനമായ ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനമായി ആചരിച്ചു വരികയാണ്. അപ്പൊ അത്തരത്തില് അതിന്റെ ഭാഗമായിട്ട് ഈ വർഷത്തെ ലോക ആരോഗ്യ ദിന ആചരണ പരിപാടിയാണ്. അതിന്റെ സ്ഥാപനതല ഉദ്ഘാടനമാണ് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ നടപ്പാക്കാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ ഏതൊരു പ്രവർത്തനങ്ങൾക്കും നമ്മളോടൊപ്പം നിൽക്കുന്ന ആലപ്പുഴയിലെ റോട്ടറി ക്ലബിന്റെ സഹകരണത്തോടുകൂടിയാണ് വനിതാ ശിശു ആശുപത്രിയിൽ ഇന്ന് ഇത്തരത്തിലൊരു പരിപാടി ഇവിടെ നടത്തപ്പെടുന്നത്. ഈ വർഷത്തെ ആരോഗ്യ ദിനം ഏതെങ്കിലും വ്യക്തിഗതമോ സാമൂഹിക സാമ്പത്തിക ഘടകങ്ങളോ പരിഗണിക്കാതെ എല്ലാവർക്കും ആരോഗ്യം ഉറപ്പാക്കാനുള്ള ഞങ്ങളുടെ പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുന്ന ഈ ദിനത്തിൽ ലോകമെമ്പാടുമുള്ള എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. അവരുടെ അചഞ്ചലമായ അർപ്പണബോധവും ധൈര്യവും പ്രതികൂല സാഹചര്യങ്ങളിലുള്ള ത്യാഗവും നമുക്ക് വിസ്മരിക്കാൻ കഴിയുന്നതല്ല. ഓർക്കുക, ആരോഗ്യം എന്നത് രോഗങ്ങളുടെ അഭാവം മാത്രമല്ല, അത് ശാരീരികവും മാനസികവും സാമൂഹികവുമായ ക്ഷേമത്തിന്റെ ഒരവസ്ഥയാണ്. അതിനാൽ എല്ലാവർക്കും എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നത് വെറുമൊരു മുദ്രാവാക്യം മാത്രമാകാതെ അത് യാഥാർത്ഥ്യമാകുന്ന ഒരു ലോകത്തെ സൃഷ്ടിക്കാൻ നമുക്ക് പ്രതിജ്ഞാബദ്ധരാകാം. വിദ്യാർത്ഥിനികൾ അവതരിപ്പിക്കുന്ന ഒരു ദൃശ്യാവിഷ്കാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം.